ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫ് ഫോർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ഫയേഴ്സിൻ്റെയും സെറോദിൻ്റെയും ഫീച്ചേഴ്സ് കമ്പാരിസൺ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫയേഴ്സ് സെറോദിൽ നിന്ന് ഡിഫറൻ്റ് ആയി നിൽക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് നോക്കുകയാണെങ്കിൽ ഫയേഴ്സിലും സെറോദിലും അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഫ്രീ ആണ്. പിന്നെ AMC അതായത് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് സെറോദിൽ ചാർജ് ഉണ്ട്, എന്നാൽ ഫയേഴ്സിൽ അത് ഫ്രീ ആണ്. പിന്നെ ചാർട്ട് ടൈം ഫ്രെയിം നോക്കുമ്പോൾ സെറോദിൽ സിംഗിൾ ടൈം ഫ്രെയിം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നാൽ നമുക്ക് ഫയേഴ്സിൽ സെക്കൻഡ് ടൈം ഫ്രെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സെക്കൻഡ് ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫയേഴ്സിൻ്റെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15, 30, 45 സെക്കൻഡൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ചെറിയ മൂവ്മെൻറ്റ് വരെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ് സെക്കൻഡ് ടൈം ഫ്രെയിം. പിന്നെ നമുക്ക് വാച്ച് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫയേഴ്സിൽ 50 വാച്ച് ലിസ്റ്റ് വരെയാണ് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, എന്നാൽ ഫയേഴ്സിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അതിന് ലിമിറ്റേഷനൊന്നുമില്ല. പിന്നെ ഓപ്ഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ സെറോദ സെൻബിൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നാൽ ഫയേഴ്സ് ഇൻസ്റ്റ ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫയേഴ്സിൻ്റെ ടെർമിനലിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റ ഓപ്ഷൻസ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ്, അതുപോലെ ഷോർട്ട് കവറിങ്, ലോങ് അൺവൈൻഡിങ് ഒക്കെ സ്റ്റോക്സുകളുടെയും ഇൻഡെക്സ് ഫ്യൂച്ചറുകളുടെ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻഡെക്സ് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇന്ന് അപ്പ് ട്രെൻഡിൽ പോകുന്നത്, ഡൗൺ ട്രെൻഡിൽ പോകുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഏത് സ്റ്റോക്സുകളാണ്, ഇനി നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയിൽ ഏത് സ്റ്റോക്സുകളാണ്, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി. ഓക്കെ, അതുപോലെ നമുക്ക് സെക്ടർ വൈസും നോക്കാവുന്നതാണ് കേട്ടോ. ഓരോ സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്സുകൾ അപ്പ് സൈഡ് ആണ് ഡൗൺ സൈഡ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്റ്റോക്സുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും നോക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോക്സുകൾ ഏതൊക്കെയാണ് നല്ലത് നോക്കാം. നല്ല മൂവ്മെൻറ്റുള്ള സ്റ്റോക്സുകളും ഇതുപോലെ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫൈൻഡ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജികൾ കൊടുത്തിട്ടുണ്ട്, ആ സ്ട്രാറ്റജി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. മാക്സിമം മിനിമം ലോസ് ഇറക്കം കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്കിവിടെ ഓപ്ഷൻ ഡാറ്റ എന്നൊരു ഫീച്ചർ ഉണ്ട്. ഒക്കെ ഇവിടെ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ ഓപ്ഷൻ ഡാറ്റ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് OI ചേഞ്ച് ഒക്കെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ട്രെൻഡിങ് OI ഉണ്ട്, PCR റേഷ്യോ ഉണ്ട്. ഇനി ഓപ്ഷൻ ചാർട്ടും കിട്ടുന്നതാണ്, കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ ചാർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് സ്ക്രീനേഴ്സ് സെറോദ ടിക്കറ്റ് ടൈപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നാൽ ഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫയേഴ്സ് ഡിസ്കവർ ആണ്. അപ്പോൾ ഇതിൽ 120 കൂടുതൽ സ്ക്രീനേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫയേഴ്സ് ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വിസിറ്റ് ഡിസ്കവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടോപ്പിൽ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫയേഴ്സിൻ്റെ ഡിസ്കവർ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും സ്ക്രീനേഴ്സ്. അപ്പോൾ സ്ക്രീനേഴ്സിൽ തന്നെ ഒരുപാട് സ്ക്രീനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ട്രെൻഡിങ് സ്ക്രീനർ, മാർക്കറ്റ് മൂവേഴ്സ്, മൊമെൻറ്റം, ബ്രേക്ക്ഔട്ട് ഒക്കെ ഓപ്ഷൻസ്, ഫീച്ചേഴ്സ്, ETF, കമ്മോഡിറ്റി, കാൻഡൽസ്റ്റിക്സ്, ടെക്നിക്കൽ സ്ക്രീനേഴ്സ്, അങ്ങനെ ഒരുപാട് സ്ക്രീനേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനും പൊസിഷൻ ട്രേഡിങ്ങിനൊക്കെ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ഈ സ്ക്രീനേഴ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതും നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ സൈറ്റുകളൊക്കെ ഇത് പെയ്ഡ് ആയിട്ടാണ് കൊടുക്കാറ്. നമുക്കിപ്പോൾ പക്ഷേ ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് വിത്ത് വോളിയത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റോക്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ബൈയോ സെല്ലോ ചെയ്യാം. അതിൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് അനാലിസിസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷൻ സ്കാൽപ്പറാണ്. അപ്പോൾ സെറോദ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എന്നാൽ ഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ സ്കാൽപ്പർ ടെർമിനലിൽ. നമ്മൾ ജസ്റ്റ് ഫയേഴ്സിൻ്റെ ആ ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും വിസിറ്റ് സ്കാൽപ്പർ ടെർമിനൽ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫയേഴ്സിൻ്റെ സ്കാൽപ്പർ ടെർമിനൽ. അപ്പോൾ നമുക്കൊരു സെൻറ്ററിൽ ഇൻഡെക്സ് ചാർട്ടും ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ്റെ ചാർട്ടും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടും കിട്ടുന്നതാണ്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രൈക്കുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ ബൈയോ അല്ലെങ്കിൽ സെല്ലോ ചെയ്യാവുന്നതാണ് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും. ഇനി നമുക്ക് നിഫ്റ്റി അല്ല, നമുക്ക് സ്റ്റോക്സുകൾ വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാൻ മതി. ആ ഒരു സ്റ്റോക്സിൻ്റെ ചാർട്ടും അതുപോലെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ചാർട്ടോട് വരുന്നതാണ്. അതുപോലെ ഓപ്ഷൻസ്, അതായത് ഏത് ഇൻഡെക്സിൻ്റെ വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ടെർമിനൽ വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് സെറോദയും ഫയേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫയേഴ്സിലേക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് റിപ്പോർട്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു സ്റ്റോക്സിൻ്റെ ആ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഏത് സ്റ്റോക്സ് വേണ്ട, അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ടാറ്റ മോട്ടോഴ്സ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടുന്നതാണ്. കണ്ടോ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതാണ് ആ ഒരു സ്റ്റോക്സിനെ പറ്റി. പിന്നെ അടുത്തത് സ്റ്റോക്ക് ഓവർവ്യൂ ആൻഡ് സർക്യൂട്ട് ഇൻഫർമേഷൻ. നമുക്കത് ഫയേഴ്സിൽ സ്റ്റോക്ക് ഓവർവ്യൂയും സർക്യൂട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഡാറ്റയും നമുക്ക് ഫയേഴ്സിൽ കിട്ടുന്നുണ്ട്.
പിന്നെ ന്യൂസ് ആൻഡ് പിയർ കമ്പാരിസനും നമുക്ക് ഫയേഴ്സിലും സെറോദിലും കിട്ടുന്നുണ്ട്. ഇനി ഓർഡേഴ്സിൽ വരാണെങ്കിൽ നമുക്ക് സെറോദിൽ ബേസിക് ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫയേഴ്സിൽ സ്മാർട്ട് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് സ്മാർട്ട് ഓർഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ജസ്റ്റ് ഓർഡറിൽ എടുക്കുകയെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സ്മാർട്ട് ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്മാർട്ട് സ്റ്റെപ്പ് ഓർഡർ ഉണ്ട്, സ്മാർട്ട് ട്രെയിൽ ഓർഡർ ഉണ്ട്, സ്മാർട്ട് ഇക്വിറ്റി SIP ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഓർഡേഴ്സിനെ പറ്റി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓർഡേഴ്സ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫയേഴ്സിൽ മാത്രമാണ് ഇതിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ബ്രോക്കറേജ് ചാർജസ് നോക്കുകയാണെങ്കിൽ 20 റുപ്പീസാണ് വരുന്നത്. പിന്നെ MTF ഉണ്ട്. അപ്പോൾ ഫയേഴ്സിലും സെറോദിയും MTF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ API ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ സെറോദിൽ അത് പേയബിൾ ആണ്. എന്നാൽ ഫയേഴ്സിൽ നമുക്ക് അപ് ടു 25 ഇയേഴ്സ് ഓഫ് ഡാറ്റ കിട്ടുന്നുണ്ട്. പിന്നെ അത് ഫ്രീയുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫയേഴ്സിൽ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സെറോദായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫയേഴ്സാണ് ഫീച്ചേഴ്സ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഫയേഴ്സിലും സെറോദിലെ ഫീച്ചേഴ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.